ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 54. കാളിയൻ്റെ കാളിന്തി പ്രാപ്തിയും ഗോകുലങ്ങൾക്ക് വിഷബാധയും. ശ്ലോകം 7. കിം കിം ജാതോ ഹർഷവർഷാതിരേകഃ സർവാംഗേഷ്വിത്യുത്ഥിതാ ഗോപസംഘാഃ ദൃഷ്ട്വാഗ്രേ ത്വാം ത്വത്കൃതം തദ്വിദന്തസ്ത്വാമാലിംഗൻ ദൃഷ്ടനാനാപ്രഭാവാ. നമുക്ക് ഈ ശ്ലോകം ഇങ്ങനെ ചൊല്ലാനും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. കിം കിം ജാതോ ഹർഷ വർഷാതിരേകഃ സർവാംഗേഷു ഇതി ഉത്ഥിതാ ഗോപസംഘാഃ ദൃഷ്ട്വാഗ്രേ ത്വാം ത്വത്കൃതം തത് വിദന്ത ത്വാം ആലിംഗൻ ദൃഷ്ട നാനാ പ്രഭാവാ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ദൃഷ്ട നാനാ പ്രഭാവ കാണപ്പെട്ട പല മഹത്തത്വങ്ങളോടും കൂടിയ ഗോപസംഘ ഗോപസമൂഹം സർവാംഗേഷു ശരീരമാകെ ഹർഷവർഷാതിരേക ആനന്ദവർഷാധിക്യത്തോടു കൂടിയവരായി കിം കിം ജാത എന്തെന്തുണ്ടായി ഇതി എന്നു പറഞ്ഞ് ഉത്ഥിത എഴുന്നേറ്റവരായി ത്വാം അവിടുത്തെ അഗ്രേ മുമ്പിൽ ദൃഷ്ട്വ കണ്ടിട്ട് തത് ആ പുനരുത്ഥാനത്തെ ത്വത്കൃതം അവിടുന്നുണ്ടാക്കിയതെന്ന് വിദന്ത അറിഞ്ഞവരായി ത്വാം അങ്ങയെ ആലിംഗനം ചെയ്തു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. കിം കിം ജാതോ ഹർഷവർഷാതിരേക അവിടെ വിസർഗം. സർവാംഗേഷു ഇതി ഉത്ഥിത അത് ചേർത്തിട്ടാണ് സർവാംഗേഷ്വിത്യുത്ഥിത. ഥി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഗോപസംഘ അവിടെ നീട്ടിയിട്ട് വിസർഗം ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ദൃഷ്ട്വാഗ്രേ ത്വാം ത്വത്കൃതം തദ്വിദന്ത എന്നുള്ളത് തദ്വിദന്ത അങ്ങനെ ചൊല്ലാം. ത്വാമാലിംഗൻ ചേർത്തു ചൊല്ലുമ്പോൾ തദ്വിദന്തസ്ത്വാമാലിംഗൻ ദൃഷ്ട നാനാ പ്രഭാവാ ദൃഷ്ട നാനാ പ്രഭാവാ നീട്ടിയിട്ട് അങ്ങനെ വിസർഗത്തോടു കൂടെ നിർത്തണം. ഫ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കിം കിം ജാതോ ഹർഷവർഷാതിരേകഃ സർവാംഗേഷ്വിത്യുത്ഥിതാ ഗോപസംഘാഃ ദൃഷ്ട്വാഗ്രേ ത്വാം ത്വത്കൃതം തദ്വിദന്തസ്ത്വാമാലിംഗൻ ദൃഷ്ടനാനാ പ്രഭാവാ. അടുത്തത് 8ാമത്തെ ശ്ലോകം. ഗാവശ്ചൈവം ലബ്ധജീവാഃ ക്ഷണേന സ്ഫീതാനന്ദാസ്ത്വാം ച ദൃഷ്ട്വാ പുരസ്താദ് ദ്രാഗവവൃഃ സർവദോ ഹർഷബാഷ്പം വ്യാമുഞ്ചന്ത്യോ മന്ദമുദ്യന്നിനാദാ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. ഗാവ ശ്ചൈവം ലബ്ധ ജീവാ ക്ഷണേന സ്ഫീതാനന്ദ ത്വാം ച ദൃഷ്ട്വാ പുരസ്താദ് ദ്രാക് ആവവൃ സർവദോ ഹർഷ ബാഷ്പം വ്യാമുഞ്ചന്ത്യോ മന്ദം ഉദ്യൻ നിനാദ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഏവം ഇപ്രകാരം ഗാവാച്ച ഗോക്കളും ക്ഷണേന അല്പസമയത്തിനുള്ളിൽ ലബ്ധജീവ ജീവൻ കിട്ടിയവയായി പുരസ്താദ് മുമ്പിൽ ത്വാം അവിടുത്തെ ദൃഷ്ട്വ കണ്ടിട്ട് സ്ഫീതാനന്ദ വർദ്ധിച്ച ആനന്ദത്തോടു കൂടിയവയായിട്ട് ഹർഷബാഷ്പം ആനന്ദബാഷ്പത്തെ വ്യാമുഞ്ചന്ത്യം പൊഴിക്കുന്നവയായി
മന്ദം പതുക്കെ, ഉദ്യന്നിനാദ ശബ്ദം പുറപ്പെടുവിക്കുന്നവയായി, ദ്രാക്ക് വേഗം, സർവത നാലുവശത്തും, ആവവ്രു ഭഗവാനെ വളഞ്ഞു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ഗാവ ച ഏവം, അതാണ് ഗാവശ്ചൈവം. ശ ച എന്നുള്ളത് ചേർന്നിട്ടാണ് ച എന്നുള്ളത്. ലബ്ധ ജീവാ നീട്ടിയിട്ട് വിസർഗം. ലബ്ധ ബ എന്നുള്ളതിൻ്റെ അടിയിൽ ഥ നന്നായിട്ട് ഊന്നി പറയണം. ക്ഷണേന ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. സ്ഫീതാനന്ദാസ്ത്വം, സ്ഫീ എന്നുള്ളതിൻ്റെ ഫ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. പാഫ രണ്ടാമത്തെ ഫ എന്നാണ്. ച ദൃഷ്ട്വാ പുരസ്താദ്, ദ്രാക്ക് ആവവ്രു സർവതോ, അത് ചേർത്തിട്ടുള്ള വാക്കാണിത്. ദ്രാഗാവവ്രു സർവതോ. ദ്രാഗാവവ്രു അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ ഒരു സാന്ന് മതി, ചേർത്ത് ചൊല്ലുമ്പോൾ രണ്ട് സാന്ന് വേണം. ഹർഷബാഷ്പം, വ്യാമുഞ്ചന്ത്യോ ഞ്ച ഞ ച എന്നാണ്. മന്ദമുദ്യന്നിനാദ അവിടെ നീട്ടിയിട്ട് വിസർഗം അങ്ങനെ നിർത്താം. മന്ദം ഉദ്യൻ നിനാദ അത് ചേർത്തിട്ടാണ് മന്ദമുദ്യന്നിനാദ അങ്ങനെ. ഗാവശ്ചൈവം ലബ്ധജീവാ ക്ഷണേന, സ്ഫീതാനന്ദാസ്ത്വാം ച ദൃഷ്ട്വാ പുരസ്താദ്, ദ്രാഗാവവ്രു സർവതോ ഹർഷബാഷ്പം, വ്യാമുഞ്ചന്ത്യോ മന്ദമുദ്യന്നിനാദ. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.